Hi friends, Seed of Truth and the two topics ആയത് വറി ആൻഡ് പ്രൊക്ലമേഷൻ്റെ എക്സ്പ്ലനേഷൻ മുന്നത്തെ വീഡിയോയിൽ ഉണ്ടായിരുന്നു. അതിൻ്റെ മീനിങ്സ് നമുക്കൊന്ന് നോക്കണം. ന്യൂ വേർഡ്സ് ആയിരിക്കും ഫസ്റ്റ് സ്റ്റാൻഡേർഡിലെ മക്കൾക്ക് ഇതിൻ്റെ അകത്ത് കാണുന്നത്. ചെറിയ ക്ലാസ്സിൽ തന്നെ നമ്മളതിൻ്റെ മീനിങ്സ് പഠിച്ചെടുത്താൽ വലിയ ക്ലാസ്സിലെത്തുമ്പോൾ അത് ശരിക്കും അത് ഉപകാരപ്പെടും. ഇപ്പോഴേ അത് പഠിച്ചങ്ങ് പോയി മനസ്സിലാക്കി വെക്കുക. ബൈ ഹാർട്ട് സ്റ്റഡി അല്ലാണ്ട് ഇതൊന്ന് മനസ്സിലാക്കി ഓരോന്നിൻ്റെ മീനിങ്സ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ അത് നന്നായിരിക്കും. ഓക്കെ, ഇതിൻ്റെ അകത്തുള്ള ന്യൂ വേർഡ്സ് നമുക്ക് നോക്കാം. വിദ്യാധര വാസ് ദ കിങ് ഓഫ് ഗാന്ധാര. ഹി വാസ് എ ജസ്റ്റ് ആൻഡ് വൈസ് കിങ്. ജസ്റ്റ് മീനിങ് നീതിമാനായ ഒരു രാജാവായിരുന്നു. ആൻഡ് വൈസ് കിങ്, വൈസ് മീൻസ് ജ്ഞാനി, അറിവുള്ള ഒരു രാജാവായിരുന്നു. നീതിമാനും അറിവുമുള്ള ഒരു രാജാവായിരുന്നു വിദ്യാധര. The king was fond of gardening. Fond meaning ഇഷ്ടം. രാജാവിന് ഗാർഡനിങ് വളരെയധികം ഇഷ്ടമായിരുന്നു. അദ്ദേഹം he spent a lot of time tending his garden. അദ്ദേഹം ഒരുപാട് നേരം അദ്ദേഹത്തിൻ്റെ പൂന്തോട്ടത്തിൽ ചിലവഴിച്ചു. Spent means ചിലവഴിക്കുക. He spent a lot of time yesterday in beach. ബീച്ചിൽ ഒരുപാട് സമയം അദ്ദേഹം സ്പെൻഡ് ചെയ്തു അങ്ങനെയൊക്കെ പറയും. അപ്പോൾ സ്പെൻഡ് മീനിങ് ചിലവഴിക്കുക. Planting the finest plants, fruits, trees, vegetables and crops. These people were very happy. The king did not have children. The king grew older. Everyone got more and more worried. Worried meaning മക്കൾക്ക് അറിയാമായിരിക്കും, വിഷമിച്ചു. Worried, don't worry എന്നൊക്കെ പറയില്ലേ, വിഷമിക്കേണ്ട, അതന്നെ അതിൻ്റെ worried. He got more and more worried. Who would take over the kingdom after him? അദ്ദേഹത്തിൻ്റെ പ്രജകൾ വളരെയധികം വിഷമിച്ചു. എന്തിന്? ആഫ്റ്റർ ദ കിങ് ആരായിരിക്കും സക്സസറായി വരിക, പിൻഗാമിയായി വരിക? കാരണം അദ്ദേഹത്തിന് മക്കളുണ്ടായിരുന്നില്ല. Okay, the next, to find a successor, the king thought of an idea. Successor means ഞാനിപ്പോൾ പറഞ്ഞു പിൻഗാമി. ഒരു രാജാവിന് ശേഷമുള്ള രാജ്യം ഭരിക്കുന്ന ആളെയാണ് പിൻഗാമി ഓർ സക്സസർ എന്ന് പറയാം. He decided meaning തീരുമാനിക്കുക. ഒരു കാര്യം തീരുമാനിച്ചു. He decided to study well. അവൻ പഠിക്കാൻ തീരുമാനിച്ചു. ഒരു വിഷയം ഡിഫിക്കൾട്ടാണെന്ന് തോന്നിയപ്പോൾ അവനത് പഠിക്കാൻ തീരുമാനിച്ചു. He decided to study. അങ്ങനെയൊക്കെ പറയില്ലേ. I will distribute some seeds to all the children in the country. Distribute means വിതരണം ചെയ്യുക. മക്കൾ ബർത്ത്ഡേ ഒക്കെ ആയാലും സ്വീറ്റ്സ് ഒക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യില്ലേ, വിതരണം ചെയ്യില്ലേ ക്ലാസ്സിലൊക്കെ, അതുപോലെ I will distribute. രാജാവ് പറയും അദ്ദേഹം കുറച്ച് വിത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതാണ്, വിതരണം ചെയ്യുന്നതാണ്. The child who grows the biggest, healthiest meaning ആരോഗ്യമുള്ള ഒരു ചെടി, ആരോഗ്യകരം എന്ന് അർത്ഥം. Will become the prince or the princess. They can take 3 months for it. The king ordered അറിയാം, എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ഉത്തരവിട്ടു, ആജ്ഞാപിച്ചു, കൽപ്പിച്ചു. King ordered his minister അറിയാം, to give a proclamation എന്ന വിളംബരം നടത്തുക, ഒരു പ്രഖ്യാപനം നടത്തുക. അങ്ങനെ ഞാനൊരു തീരുമാനത്തിലെത്തിയിട്ടുണ്ട്, അത് നാട്ടുകാരെ അറിയിക്കുക. പ്രഖ്യാപിച്ച് എല്ലാവർക്കും ഈ ഒരു ഐഡിയയെക്കുറിച്ച് വിവരം കൊടുക്കുക. The king ordered his minister to give a proclamation. Okay, clear ആയെന്ന് വിചാരിക്കുന്നു.